വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചൈനീസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ അസർബൈജാനിലെ സെക്കൻഡ് ഡേ ആണ്. ഇപ്പം നമ്മൾ രാവിലെ എണീച്ചു, ഫ്രഷായി നമ്മൾ ചായ കഴിക്കാൻ പോകുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് 10 മണി വരെ ആയിരുന്നു, ഇപ്പം സമയം 9 വരെ ആവാനായി. നമ്മൾ ടൂറൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മണിക്കാണ്, 9:45 10 മണിക്കാണ്. അപ്പോൾ ഞങ്ങൾ റെഡി, എനിക്കൊന്ന് തല കെട്ടണം, ഞങ്ങൾക്കെല്ലാം ഒന്ന് ലിപ്സ്റ്റിക് ഇടണം, ബാക്കിയെല്ലാം നമ്മൾ സെറ്റാണ്. അപ്പോൾ നമ്മൾ താഴെ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം ഷെഡാങ്ങും പിന്നെ ക്യൂബയോ ഈ 2 സ്ഥലങ്ങളിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ബാക്കി ഞാൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുണ്ട്. എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, നമ്മൾ വെറുതെ എടുത്തിട്ട് വയറിന് പ്രശ്നം ഉണ്ടാച്ചിട്ടൊന്നും എടുത്തില്ല. അമ്മ ഓൾറെഡി കഴിക്കാൻ തുടങ്ങി. ഞാൻ കാണിക്കാം. ഇത് രണ്ടെന്തോ ചോക്ലേറ്റിൻ്റെ എന്തോ ഒരു സ്വീറ്റ്സ് ആയിരിക്കും. ഇത് 3 സ്വീറ്റ്സ് ആണ്. ഇതെന്ത് ക്രോസൻറ്റോ ആ സാധനം. പിന്നെ ഒരു പാൻ കേക്ക് ഉണ്ട്, ബ്രെഡ് അവിടെ തീർന്നുപോയി, അവരിപ്പോൾ കൊണ്ടുതരാൻ പറഞ്ഞു. പിന്നെ ഞാൻ ന്യൂട്ടെല്ല എടുത്തു, കുറച്ച് കുക്കുംബർ എടുത്തു, പിന്നെ മുട്ടയുണ്ട്. മുട്ടയുണ്ട്. മനുവേട്ടൻ മാത്രമേ കുറച്ച് നല്ലോണം വെറൈറ്റി ഉണ്ട്. രാവിലെ വെറൈറ്റി ട്രൈ ചെയ്തെങ്കിൽ പണി വാങ്ങാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വെറൈറ്റി ഒന്നും എടുത്തു. മനുവേട്ടൻ ചായ കഴിക്കാൻ പറ്റും. പിന്നെ ഇത് കഴിച്ചില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും റെഡിയായി ഇറങ്ങി. വ്യത്യാസമൊന്നുമില്ല, ഞാൻ മാത്രമേ മുടി കിട്ടിയിട്ടു, വേറാരും നേരത്തെ റെഡി ആയതാ. ഇതേപോലെ ലിപ്സ്റ്റിക് കിട്ടും സൗന്ദര്യം. എന്നിട്ട് ഫുൾ ചെത്തിലുണ്ട് തല പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ താഴെ നമുക്ക് വണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ എന്താ ഷദാങ്. ഇത് ഞാൻ ഷെഡാങ്ങിലേക്ക് പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ്. ഷെഡാങ്ങിലേക്ക് നമ്മളെ ഹോട്ടലിൽ നിന്ന് 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു നമുക്ക്. ഹലോ ഗായ്സ്, നമ്മളങ്ങനെ ഷെഡാങ് പോകുന്ന വഴി ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടുണ്ട്. നല്ല മഴയുണ്ട് കേട്ടാ. ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് മഴ ആയിരിക്കും. ഞമ്മി അതറിയില്ല, അവിടെ എത്തുമ്പോഴത്തേക്ക് എങ്ങനെ അറിയില്ല. ഇപ്പൊ ഇവിടെ നല്ല മഴയുണ്ട്. ഇപ്പൊ നമ്മളൊരു മാർക്കറ്റിന്റെ അടുത്ത് ഫോട്ടോ ഫ്രെയിം ആയിട്ട് കിട്ടാനുള്ള പക്ഷെ നേരെ കാണാൻ നല്ല രസമുണ്ട്. ഫോട്ടോയിൽ അത്ര കിട്ടുന്നില്ല, കാണാൻ രസമുണ്ട്. ഞാൻ ബാക്ക് ക്യാമറയിലിട്ട് കാണിച്ചു തരാം. പിന്നെ നല്ല തണുപ്പുണ്ടല്ലേ. ശരിക്കും ഞങ്ങൾ വന്ന ക്ലൈമറ്റ് കാരണം ചൂടില്ല, മഴയും. അതെ മഞ്ഞുമല്ല, അതെ തണുപ്പ്. ഞങ്ങളിപ്പോ ജസ്റ്റ് നിർത്തിയിട്ട് ഞങ്ങളുടെ 3 ഔട്ട്ഫിറ്റ് എല്ലാം പിന്നെ കാണിച്ചു തരാം. ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഇതും ഷെഡാങ്ങിലേക്ക് പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ്. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയൊക്കെ. പക്ഷേ ക്യാമറയിൽ എത്രമാത്രം നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നറിയില്ല. ക്യാമറയിൽ ആ ഭംഗി മുഴുവനായിട്ടും കിട്ടുന്നുണ്ടായിട്ടാ, പക്ഷെ ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ ഷെഡാങ് പോകുന്ന വഴിയിലൊന്നും നിർത്തി എത്തിയിട്ടില്ല. അതെ, പക്ഷെ ഭയങ്കര തണുപ്പ്, മഴയും തണുപ്പും മഴ ഭയങ്കര പറയല്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലം, നല്ല ഭംഗിയുണ്ട്. ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ അങ്ങോട്ട് തണുത്ത് വിറക്കുന്ന വീഡിയോസ് മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ഫൈനലി ഞങ്ങൾ ഷെഡാങ്ങിലെത്തി. സംഭവം എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ മഴയത്ത് എല്ലാവരും ഇതും ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാം ചെയ്യാൻ തോന്നാം. അങ്ങനെ ഞങ്ങൾ ഷെഡാങ്ങിൽ തണുപ്പുണ്ട് ഗൈസ്, നല്ല തണുപ്പുണ്ട്.
കുറച്ച് ഭയങ്കര മഴയല്ല, ചെറിയ മഴയല്ലേ, ചെറിയ മഴയുണ്ട്. പക്ഷേ നല്ല തണുപ്പുണ്ട്. വിറച്ചിട്ട് ഇവിടെ കുറേ ആക്ടിവിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട് ചെയ്യാൻ. എല്ലാം ചെയ്യണ്ടേ? യെസ്. ഞങ്ങളങ്ങനെ ഷെഡാങ്ങിലെത്തി. നല്ല തണുപ്പ്, നല്ല തണുപ്പുണ്ട്. വലിയ മഴയൊന്നുമില്ല, ചെറിയ ഇങ്ങനെ പാർന്ന മഴയുള്ളൂ. പക്ഷെ ഭയങ്കര തണുപ്പ്, ക്യാമറയൊക്കെ വർക്കിംഗ് കേട്ടോ. നല്ല സ്ഥലവും ചെറിയൊരു സ്വിറ്റ്സർലാൻഡ് ഫീലിംഗ് എല്ലാം ഉണ്ടല്ലോ കാണുമ്പോൾ. നല്ല രസമുണ്ട്. പിന്നെ എന്തായാലും ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് ചെയ്യാൻ. ചെറിയ മഴയില്ല, എല്ലാവരും ചെയ്യുന്നുണ്ട്. നനഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ നനയുന്നില്ല, പാർന്നുള്ളൂ. പക്ഷെ ഭയങ്കര തണുപ്പ്. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയതേലും. ഇനിയിപ്പോൾ ഇവിടെ കുറച്ചൊന്ന് കണ്ടിട്ട് ഇവരെന്തോ നമുക്കെന്തോ ഇതെല്ലാം ഇങ്ങോട്ട് എന്തോ അസർബൈജാനി പ്രോഗ്രാം ഉണ്ടെന്ന് അത് കാണിച്ചു തരും. പിന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാം സംഭവങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചറിയാം. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു പിസയും പിന്നെ കോഫിയാന്ന് തോന്നുന്നു വാങ്ങിച്ചത്. ഷെഡാങ്ങിൽ കുറേ കുട്ടി റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ 2-3 ട്രൈ ചെയ്തിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാം ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിസയൊക്കെ എന്തോ വിശന്നുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ പിസയൊക്കെ കഴിച്ചുകൊണ്ട് നിന്നു. പിന്നെ ആ സമയത്ത് അവിടെ മഴയായതുകൊണ്ട് തന്നെ നമുക്ക് അപ്പം റൈഡൊന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ആഗ്രഹിച്ച 2-3 റൈഡ്സ് ഉണ്ടായിരുന്നു. അതിൽ 2 നമ്മൾ ട്രൈ ചെയ്തു. അതൊരു ഒടുക്കത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു അങ്ങനെ റോളർ കോസ്റ്ററിൻ്റെ. അത് ക്ലോസ് ചെയ്തിട്ടാണ് ഉണ്ടായത്, ഇടിയും മിന്നലെല്ലാം കാരണം, മഴയും കാരണം. ഇപ്പം അത് ഓപ്പൺ ചെയ്തു, മഴ പോയി. നല്ല മഞ്ഞല്ലേ ഉണ്ടായത്. ഇപ്പം നല്ലതായി. നേരത്തെ ഭയങ്കര മഞ്ഞായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവിടെയാണ് നമ്മളെ എൻട്രൻസ്. എന്നിട്ട് മുകളിലോട്ട് പോകുന്ന സ്ലോ ആയിട്ടായിരിക്കും. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ സ്പീഡിൽ വരും. എക്സൈറ്റഡ്. എല്ലാരും പറഞ്ഞു ഈ സമയത്ത് ചൂടായിരിക്കും അസർബൈജാൻ, ചൂടായിരിക്കും താടത്ത് വറച്ച്. ചൂട്. അയ്യോ, ഇത് പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചു. അതെ, ഇത് പക്ഷെ നമ്മള് രാവിലെ വെതർ നോക്കിയപ്പോ മഴ കണ്ട്. അതുകൊണ്ട് നമ്മൾ വെറുതെ ഈ കോട്ടൊക്കെ എടുത്ത്, അതുകൊണ്ട് ഭാഗ്യം. സ്ലീവ്ലെസ് എല്ലാം ഇട്ട് വന്നു നമ്മള്. അതെ, ഫോട്ടോ അധികം എടുത്ത് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല അല്ലേ, മഴയായി. പിന്നെ നമുക്ക് ബാഗെല്ലാം ലോക്കറിൽ വെക്കാം. ഫ്രണ്ടൊന്നും അല്ല. അതെ അത്ര പേടിയായില്ലാന്ന് തോന്നുന്നു. ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഞങ്ങൾ മലമുകളിൽ കാണിച്ചു കൊടുത്തു. പേടിയുണ്ടോ? ഇന്നെടുത്ത വീഡിയോക്ക് കുറെ എല്ലാം ഇങ്ങനെ ഷിവറിങ് ഉണ്ടാവും കേട്ടോ. കാരണം കൈ വിറച്ചിട്ടില്ല, കുട്ടി കുപ്പായ ഇട്ടിട്ട് വന്നിട്ട് വിറച്ച് ചത്തു. അപ്പോൾ അങ്ങനെ ഞങ്ങളാണ് ഫസ്റ്റ് പോയത്. ഞാനും മനുവേട്ടനും, മാതും അമ്മും തൊട്ട് പുറകിൽ വന്നു. അപ്പോൾ ഒരു വണ്ടിയിൽ 2 പേർക്കാണ് പോകാൻ പറ്റുന്നത്. ഞങ്ങളങ്ങനെ കയറി. ഫോൺ ഞാൻ അധികം പിടിക്കുന്നില്ല, വീഴും. അയ്യോ, ഭയങ്കര തണുത്തിറക്കുന്നു. ഞങ്ങൾ 4 പേരും മലയുടെ മുകളിലെത്തില്ലേ. ഫോണിന് തിരിച്ചു പോകുമ്പോൾ അടുത്ത വീഡിയോ എടുക്കാൻ വേണോ? നമ്മള് 4 പേരും മുകളിലെത്തി. നമ്മളെ ചേഞ്ച് ചെയ്തു വേറെ. ഇത് ഞാൻ മുകളിലെത്തിയിട്ടാകുമ്പോൾ എടുത്ത വീഡിയോ ആണ്. ഭയങ്കര മഞ്ഞായിരുന്നു, നല്ല തണുപ്പായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് വരാൻ തുടങ്ങി. ഭയങ്കര സ്പീഡായിരുന്നു. മുകളിലോട്ട് പോകുമ്പോൾ സ്ലോ ആയിട്ടാണ് പോയത്. പക്ഷേ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പം മൊത്തം
മൊത്തം വളവും തിരിയലും സ്പീഡും ഇറക്കും. എൻ്റെ ദൈവമേ, നമുക്കൊരു വണ്ടർലയിലെല്ലാം പോയ ഫീലിംഗ് ഇല്ല, അതിൻ്റെ ഒരു ട്രിപ്പിൾ ആയ പോലെ തോന്നും. നമുക്ക് ഭയങ്കര രസമായിരുന്നു. നമുക്ക് ഇങ്ങനെ ചെരിഞ്ഞ് മുമ്പ് വീഴും. കാരണം ഇപ്പോൾ വണ്ടർലയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ സെക്യൂരിറ്റി ഉണ്ടാവില്ല. ഇത് അത്രയൊന്നുമില്ല, ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്കിങ്ങനെ ചെരിയുമ്പോൾ തോന്നി ശരി താഴേക്ക് വീഴുമെന്ന്. അത്രക്കും സ്പീഡ് ഉണ്ടായിരുന്നു. പിന്നെ കാണാനുള്ള വ്യൂ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. നല്ല മഞ്ഞിൻ്റെ ഉള്ളിലേ കൂടി നമ്മളിങ്ങനെ പോകുന്നത് അതൊരു പ്രത്യേക ഫീലായിരുന്നു. അതിൻ്റെ ഒന്നിച്ച് മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ മഴയും മഞ്ഞും തണുപ്പും ഓഫ്, അതെന്തായാലും ആരെങ്കിലും അസർബൈജാൻ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് ഞാൻ താഴെ എത്താനാകുമ്പോൾ എടുത്ത വീഡിയോ ആണ്. കാരണം മോളിൽ നിന്ന് ഭയങ്കര സ്പീഡിലാണ് വന്നത്. അപ്പോൾ ഒന്നും എനിക്ക് എൻ്റെ ഫേസ് കാണിച്ചിട്ട് വീഡിയോ എടുക്കാനുള്ളൊരു ഇതുണ്ടായില്ല. ഫോൺ എങ്ങാനും താഴെ വീഴുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിന്. നെക്സ്റ്റ് നമ്മൾ പോയത് കൂബയായിരുന്നു. അടിപൊളി പ്ലേസ് ആയിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അതിൽ വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഭയങ്കര രസമായിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു. കാണാൻ തന്നെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര രസമായി. വീണ്ടും ഗൂബ അല്ലേ, ഗൂബയിലെത്തിയിട്ടുണ്ട്. ഗൈസ് ഞങ്ങളങ്ങനെ ഗൂബ അല്ലേ, ഗൂബയിൽ വന്നിട്ടുണ്ട്. നല്ല സ്ഥലം, നല്ല ഇഷ്ടപ്പെട്ടു. സ്ഥലഘട്ട മരം, അതിന്റെ താഴെയായിട്ട് ഓരോ ഹോട്ടലുകൾ, അവിടെ ആയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വരും. അതാണ് ഇവിടുത്തെ മെയിൻ. പക്ഷേ സീനറി ആംബിയൻസ് അടിപൊളി, ആംബിയൻസ് അടിപൊളി. ഫുഡ് കഴിക്കേണ്ട ആണെങ്കിലും പുറത്തൊക്കെ ഗ്ലാസ് എല്ലാം ആയിട്ടുണ്ട് അല്ലേ. ആംബിയൻസ് കിടു ആംബിയൻസ്. ചുമ്മാ ഇവിടെ നിന്ന് പുറത്തോട്ടത്തിൽ കാണും, ഗ്ലാസിന്റെ അവിടുത്തെ പുറത്തോടെ കാണുന്നുണ്ട്. പക്ഷെ വലിയ വ്യക്തി അതിൽ കുറേ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേണേട്ടാ അപ്പോൾ ഇത് ഞാൻ റെസ്റ്റോറൻറ്റ് അകത്തു നിന്ന് എടുത്ത വീഡിയോ ആണ്. എനിക്ക് പ്രത്യേകിച്ച് പറയാൻ വാക്കുകളൊന്നുമില്ല. ഭയങ്കര ഭംഗിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോയിൽ അധികം പറഞ്ഞിട്ടുള്ളത് ഭംഗിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ കൂബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാട് പോലെയാണ്, കുറേ മരങ്ങൾ, അതിൻ്റെ ഇടയിൽ നല്ല ഭംഗിയിൽ കുറേ കുട്ടി റെസ്റ്റോറൻറ്റ്സ്. അതവർ ഭയങ്കര ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പോയി ഇരിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീലാണ്. ഇന്ന് ഞാൻ ക്യാമറക്ക് പിന്നിലാണ് ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ റൂമിൽ വന്നു. ഇന്ന് കുറച്ച് നേരത്തെ എന്ന് പറയാനില്ല. അതെ 10:30 എത്തുമ്പോൾ വന്നു. ഞാൻ കുളിച്ചു, ഇവർ കുളിച്ചില്ല. എനിക്കിഷ്ടപ്പെട്ടു. നമ്മൾ വരുമ്പോൾ കുറച്ച് ലേസും സ്പ്രൈറ്റും പിന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അന്നത്തെ ശരിക്കും പറഞ്ഞ ഒരു അടിപൊളി ദിവസമായിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അയ്യോ, ആ തണുപ്പ്, മഴ, റോളർ കോസ്റ്റർ, ഓഫ് അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. മസ്റ്റ് ട്രൈ. അതെ, ഷഡാങ്ങിലെ റോളർ കോസ്റ്റർ. അതെ, പിന്നെ നമ്മൾ പോയ ഗൂബയിലെ ആ റെസ്റ്റോറൻറ്റ് ആംബിയൻസ് കിടിലൻ. അതെ, ഇതിൽ ഞാൻ വീഡിയോൻ്റെ മുമ്പിൽ വരാൻ തീരുമാനിച്ചു ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടുന്നൊരു 3 മണിക്കൂറിൻ്റെ അടുത്ത് ട്രാവൽ ഉണ്ട് അടുത്തേക്ക് ഷഡാങ്ങിലേക്ക്. അതിനേക്കാളും കൂടുതലാണ് ഗബാലേക്ക്. അതുകൊണ്ട് നമ്മൾ ഗബാല പോകുന്നില്ല എന്ന് വെച്ചു, അല്ലെങ്കിൽ നാളെ ഗബാല പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഗബാല പോകുന്നുണ്ടെങ്കിൽ 4-4.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് 4.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് ആടെ എത്തി, ആടെ ഒന്ന് ഇതാക്കിയിട്ട് തിരിച്ച് 4.5 മണിക്കൂറാകുമ്പോൾ വെറുതെ ഒരു ദിവസം പോവും. അതുകൊണ്ട് നമ്മൾ ഗബാല പോകുന്നില്ല. ഷഡാങ്ങും അതേപോലെ 2.75-3 മണിക്കൂറിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. പോയി നമ്മൾ അവിടെ എത്തി. പിന്നെ കുറച്ച് സ്ഥലങ്ങളെല്ലാം കണ്ടു. പക്ഷെ അടുത്തൊരു ഇങ്ങോട്ട് 3 മണിക്കൂർ എടുത്തു. അത് നമ്മൾ കൂബ കൂടി പോയതുകൊണ്ട് ഇങ്ങോട്ട് 3 മണിക്കൂർ എടുത്തു. അതെ, ഒന്നും അറിഞ്ഞില്ല. ഫുഡ് വലിയ കൊള്ളൂലായിരുന്നു, പക്ഷെ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ഫുഡ് നമ്മളൊരു ബ്രെഡ് പറഞ്ഞു. അയ്യോ, ആരും പറയരുതാ ബ്രെഡ്. സമയത്ത് എല്ലാ ഫുഡും ഇഷ്ടപ്പെട്ടിന്. പക്ഷെ അത് മാത്രം ഫാൻ അല്ല, എനിക്ക് ചിക്കൻ അത്ര കബാബ് കുഴപ്പമില്ലായിരുന്നു. ആ ടൈപ്പ് ഒക്കെ ഇഷ്ടമല്ല. എനിക്ക് കബാബ് ഇഷ്ടമായി, പക്ഷെ ആ ബ്രെഡ് തീരെ ഇഷ്ടമില്ല. അപ്പൊ നാളെ നമ്മൾ മിക്കവാറും സിറ്റി ടൂറും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് സ്ഥലത്ത് പോകാന്ന് വിചാരിക്കുന്നത്. നാളെ അങ്ങനെ പ്രത്യേകിച്ച് മറ്റേ ടൂർ എടുക്കണ്ട. സിറ്റി ടൂർ ഉണ്ട്, അത് കൂടാണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാന്ന് വിചാരിക്കുന്നത്. ലോങ് ഒന്നും പോകണ്ടെന്നാണ് നമ്മളെ മനസ്സിലിപ്പോ അല്ലെ. വേറൊരു സ്ഥലമുണ്ട്, പച്ചപ്പിലെല്ലാം മഴ വരുമ്പോ നല്ല രസമുണ്ട്. പക്ഷെ ഈ ബിൽഡിങ്ങിന്റെ അടുത്തൊന്നും മഴ പെയ്യുമ്പോ രസം ഉണ്ടാവില്ല. പക്ഷെ ഇന്നത്തേത് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. കാരണം എനിക്ക് മഴ ഇഷ്ടമാണ്. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. മഴയത്ത് നനയലും മുടിയൊക്കെ മൊത്തം നനഞ്ഞു, ഡ്രസ്സെല്ലാം മൊത്തം നനഞ്ഞു. നല്ല 14 ഡിഗ്രി ആയിരുന്നു, 14 ഡിഗ്രി ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തുടങ്ങിയപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. താങ്ക് യു, ബൈ.